നമ്മളിപ്പോൾ മണാലിയിലെ മാൾ റോഡിലാണുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ 2 പേരും കൂടിയുണ്ട്. പേര് മുഹമ്മദ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വശിഷ്ഠ ടെമ്പിളിലാണ്. ഇപ്പോൾ ഹൈവേ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിക് കാർ കിട്ടും. ഒരാൾക്ക് 25 രൂപ എന്നാണ് പറഞ്ഞത്. നമ്മൾ 4 പേരും കൂടി ഇപ്പോൾ വശിഷ്ഠ ടെമ്പിൾ പോവുകയാണ്. അവിടെ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ പേരെന്തായിരുന്നു? ജോഗിനി വാട്ടർഫാൾ. അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വലും. ഫസ്റ്റ് നമ്മൾ പോകുന്നത് നേരെ ജോഗിനി വാട്ടർഫാളിലാണ്. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ വശിഷ്ഠ ടെമ്പിൾ പോകുന്നുള്ളൂ. കാരണം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പോയാൽ ടയർഡാവുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ജോഗിനി വാട്ടർഫാളിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ തന്നെ അത്യാവശ്യം ക്രൗഡഡ് ആണ്. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇതാണ് ഇലക്ട്രിക് കാർ എന്നാണ് പറഞ്ഞത്. മണാലി. നമുക്കെന്തായാലും ആദ്യം പോകുന്നത് നോക്കാം. വശിഷ്ഠ ടെമ്പിളിലേക്ക്. നമ്മൾ ഇലക്ട്രിക് കാറിൽ നിന്ന് വശിഷ്ഠ ടെമ്പിളിലേക്ക് പോകാൻ 30 രൂപയാണ് ഒരാൾക്ക്. നമ്മളിപ്പോൾ 4 പേരുണ്ട്. വണ്ടി ഫുള്ളാകുന്ന വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങളാരെങ്കിലും ചിലവ് കുറച്ച് വശിഷ്ഠ ടെമ്പിളിലേക്ക് മണാലി മാൾ റോഡിൽ നിന്ന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് കാർ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സൈഡിലൊക്കെ ചെറിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എന്തായാലും വശിഷ്ഠ ടെമ്പിളിലേക്ക് നടക്കുകയാണ്. കാരണം ടാക്സി നിറയാൻ ഒരുപാട് സമയമെടുക്കും. ഇവിടുന്ന് ആകെ 2.4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അപ്പോൾ നടക്കുന്നല്ലേ നല്ലല്ലേ? അങ്ങോട്ട് തന്നെയാ? ഇങ്ങോട്ടാണ്. മെയിൻ ഹൈവേ നിന്ന് കുറച്ചേ ഉള്ളൂ. എന്തായാലും നടന്നു പോവാം. തേലെന്ന് പറഞ്ഞ സാധനമാണ്. നല്ല സ്മെല്ലുണ്ട്. ഈ കാനാക്കില്ലേ? ये पहाड़ी जड़ी बूटियों का तेल है भाई साहब। कमर का दर्द, जोड़ों का दर्द, घुटने का दर्द, बाजू का दर्द, चोट मोच का दर्द, सर का दर्द, माइग्रेन का दर्द, मालिश करने का तेल है। ये सब चीज़ों को कूट के जला के ये इसका बुरादा रखा है। अच्छा। फिर ये ऐसा तेल निकलता है। शरीर में कोई भी हिस्से में दर्द है, माता पिता के बुजुर्ग को मालिश करने का तेल है। തൈലമാണ്. തൈലം ഇത് തൈലല്ല, നമ്മുടെ മൈഗ്രെയിൻ आयुर्वेदिक जड़ी बूटी, पहाड़ी जंगली जड़ी बूटियों का तेल है। ഇത് തൈലാണ്. നമുക്ക് കറക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും നല്ല സ്മെല്ലുണ്ട് ഇതിന്. നല്ല അടിപൊളി കുത്തൊഴുക്കുണ്ട് ഇവിടെ. ഇത് കണ്ടില്ലേ? റോഡ് സൈഡിൽ പോകുന്ന വണ്ടിക്കാരൊക്കെ വണ്ടി ഇവിടെ സൈഡാക്കി വേസ്റ്റ് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് അധികം ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ വൃത്തികെട്ട കുറേ പരിപാടികളുണ്ട്. നമ്മൾ നടന്ന് എത്താറായിട്ടുണ്ട്. അടൽട്ടണറ്, റൊത്താപാക്സ്, ലേയിലേക്ക് പോകുന്ന ഹൈവേ ആണിത്. ഇതിലൂടെയാണ് നമ്മൾ വശിഷ്ഠ ടെമ്പിളിലേക്ക് പോകുന്നത്. ഇനി ഇവിടുന്ന് വളരെ കുറച്ച് കിലോമീറ്ററും കൂടിയുള്ളൂ. ഒരു 7 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് വശിഷ്ഠ ടെമ്പിളിലേക്ക്. ഇവിടുന്ന് റൊത്താങ്ങിലേക്ക് 50 കിലോമീറ്ററാണ്. നമ്മൾ കാഴ്ചകൾ കണ്ടില്ലേ? പൈൻ മരങ്ങളും മലയുടെ താഴ്വാരത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ കുട്ടക്കല്ലൊക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ചയാണ്. വാവ്, അടിപൊളി. ഹൈവേ ചെറുതായിട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ഒരു നായ്ക്കുട്ടി കുളിക്കുന്നത്? നമ്മളിപ്പോൾ താഴോട്ട് കീഞ്ഞിരിക്കുകയാണ് വെള്ളത്തിൻ്റെ സൈഡിലേക്ക്. വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കാം. നല്ല ഐസ് പോലെ ഉണ്ട്, ഐസ് പോലെ. നല്ല തണുത്ത ഉറച്ച വെള്ളമാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ. അത്യാവശ്യം പൂയി പോലത്തെ സാധനം കലങ്ങിയിട്ടാണ് വരുന്നത്. അധികം തെളിച്ചൊന്നുമില്ല. എന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസീവെന്ന് പറയണ്ട. നല്ല തണുത്ത വെള്ളമാണ്. നമ്മളിന്ന് മുഖമൊക്കെ കൈ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അത്യാവശ്യം പൂയൊക്കെ അടിഞ്ഞു വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് പൂയിൻ്റെ ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചയാണ്. നമുക്ക് വെള്ളം കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു കുതിരയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് തൊഴിച്ചുകാരുണ്ട്. നല്ല തെറിച്ച് പോകും. മണിയൊക്കെ ഇട്ട് പൊളിയാണ്. കുറച്ച് മുന്നോട്ട് പോയാൽ ലഹരി കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് നമുക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
വേൾഡ് ഫേമസ് ആണെന്നാണ് അവിടെയുള്ള ബായി പറഞ്ഞത്. നമുക്ക് അവിടെ നിന്ന് എന്തായാലും വെള്ളം റീഫിൽ ചെയ്ത് കുടിക്കാം. നമ്മളിപ്പോൾ ഹൈവേ നിന്ന് മാറി ഒരു ചെറിയ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ വെള്ളം റീഫിൽ ചെയ്യുന്ന പറഞ്ഞത് കുറച്ച് അങ്ങോട്ടാണ്. നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വശിഷ്ഠ കോട്ടേജൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വ്യൂ നമ്മളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ, 5 മിനിറ്റും കൂടി നടക്കാനേ ഉള്ളൂ. 1.2 കിലോമീറ്റേഴ്സ് തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കും. മണാലി സ്റ്റഫ് വേണോ, അല്ലെങ്കിൽ മലാന ക്രീം വേണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ അതെന്താണ്. അതുപോലെ സമീപിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ മാൾ റോഡിലുണ്ട്. നമുക്കിനി കുറച്ച് നടക്കാനുള്ളൂ. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് ആപ്പിളും അതുപോലെ സബർജില്ലിയൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്, ആ കാണുന്ന മരയില്ല, അത് സബർജില്ലിയാണ്. കുറച്ച് അങ്ങോട്ട് ആപ്പിൾ ഉണ്ട്, അത് ഇവിടെ തന്നെ ഇതാ, അത് ആപ്പിൾ ചെടിയാണ്. ഇപ്പോൾ ജാക്കറ്റിൻ്റെ കടയിൽ കയറിയാണ്. ഇതിന് 800 റുപ്യാണ് പറയുന്നത് ബൈ. നല്ല ക്വാളിറ്റിയാണ്, മഴ പെയ്താലൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നത്. ആണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇടാന്ന് പറഞ്ഞത്. കൊള്ളാം, ഗുഡ് പ്രൈസ്. ഒരുപാട് കളറിലുണ്ടല്ലേ. ഹൗ മച്ച് കളർ? 5 color option here. യെസ്, 5 കളർ ഐറ്റംസ് ഉണ്ട്. This is sea green example. കടയിൽ അത്യാവശ്യം ഇരുടാണ്. Gray. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ ബ്രൗൺ കളർ ഉണ്ട്. This is sea green. Okay. യെസ്, This is black. Okay. ഓക്കെ. This is tan. Okay. Yeah. This is white. Okay. Sea green you already can. And this is wood color. ഗുഡ് കളർ. 5 വരുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല റീസണബിൾ ആയ പ്രൈസിന് ജാക്കറ്റ് ഒക്കെ One വേണം. color option, bro. ഗ്രേ കളർ. Gray. ലാസ്റ്റ് വൺ ഗ്രേ. എന്തായാലും നമ്മളിപ്പോൾ വാങ്ങുന്നില്ല, എന്തായാലും തിരിച്ചു വരുമ്പോൾ വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. Short size. I have more like that. ഇത് ലേഡീസിൻ്റെതാണ്. This is for ബോയ്സിന് ladies. വരുന്ന ഇതാണ്. In that one you will get one more size, bit smaller than that. This one. See, പിന്നെ അവരുടെ ട്രഡീഷൻ ഓട്ടായിട്ടുള്ള this is longer one. ഒരുപാട് and that's ഐറ്റംസ് shorter. ഉണ്ട്. ലൈറ്റ് Two ഇട്ടാന്നിട്ടുണ്ട്. size. ഇത് കണ്ടില്ലേ, നല്ല വിൻറ്റേജ് ഐറ്റംസ് ആണ്. This kind change വാ, like that. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ സൗണ്ട് വരുന്നതാണ്. Bring here, I can show you how you can get sound here. ഓക്കെ. ഇത് പുറത്ത് കൂടെ ആക്കണ്ടല്ലേ. അടിപൊളി അല്ലേ. Bring that one, the red one, the orange one. This one? Yeah, bring this one. I will show you the sound of this piece. അടിപൊളി സൗണ്ട് അല്ലേ, അടിപൊളി സൗണ്ട്. ഇത്ര സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. How much for that one? Which one? This one? This will be cost sir 1,500 rupees. Okay, this one? This one costs you sir 1,200. Okay. Because this is a different material. If you want cheap one like that, I have got cheaper one as well. Okay. We have got start from 400 up to, you know, 1,000. more price. What is the name for that? Singing bowl. Singing bowl. Singing bowl. This is a meditation bowl. Meditation. Meditation bowl. This is good for home. Yeah. You know, it's a very protection things for home. Sometimes you Little- can put water here. Yeah. The water going come jump, you know, the vibration, and you can drink that water. It will be clean inside the body and take the negative energy all out. Wow. That's you can use for that this kind of bowl. Great. കണ്ടോ, ഇത് സിംഗിങ് ബോൾ ആണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് മെഡിറ്റേഷൻ ബോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് സിംഗിങ് ബോൾ. ഒരുപാട് പ്രൈസ് വരുന്നുണ്ട് ഈ സാധനം.
ആ അതുപോലെ തന്നെ അടിപൊളി നൈഫ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ വെക്കാം. And I have got some pendants. I'll show you some pendants. You can use that. ഇത് 7 ചക്ര എന്ന് പറയുന്നതാണ്. Yeah, this you can use for full body chakras. ഇത് ലോക്കറ്റാണ്. ഒരുപാട് ലോക്കറ്റ് ഉണ്ട് ഇവിടെ. See, small size with the jade. And this is different with the like a Buddha design. Also beautiful piece. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ പീസാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞത്. Buddha, yeah, like the Buddha. This is the design of the Buddha, and this is the stone here. In all the chakra stone, make the full power, full energy. You can use all kind of the stone there. ഈ സ്റ്റോണൊക്കെ ചക്ര സ്റ്റോണാണ്. നെഗറ്റീവ് എനർജിയൊക്കെ മൊത്തത്തിൽ പോകുമെന്നാണ് ഭായി പറയുന്നത്. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് സ്റ്റോണുകളുണ്ട് ഇവിടെ. എല്ലാം ചക്ര സ്റ്റോണെന്നാണ് തോന്നുന്നത്. This is the hanging one here, Yeah. and this is also studs like that. Yeah. And this one I have got more designs, more colors. Nice. Simple and not so heavy. ഇതൊക്കെ നമ്മൾ കമ്മലുകളാണ്. ഒരുപാട് കമ്മലുകളുണ്ട്. ഇതും ദിസ് വൺ ഓൾസോ ചക്ര സ്റ്റോൺ. This is also in chakra stone here. Yeah. We can find also ring. Rings I have plenty. See there. There are rings. You can find so much rings here. And if you want to use for yourself ring, I have for men ring, like those ones. ഇത് ലേഡീസിൻ്റെ This is for ladies. ring ആണ്. ഇതാണ് And this is for മെൻസിൻ്റെ men. റിങ്സ്. See, you will get another design of rings like the single stone with amethyst. Beautiful stones there, zirconia, string. ഇത് കണ്ടോ, ഇത് ചെറുതായിട്ട് തിളങ്ങുന്നൊക്കെ ഉണ്ട്. What kind of material this one? This is silver. Silver. Yeah. Pure silver, 92.5% silver. You can get same there, 92.5% silver inside. പ്യൂർ This സിൽവർ also, ആണ്. yeah. എനിക്കൊരു സിൽവറിന്റെ മോതിരം വാങ്ങണമെന്നുണ്ട്. See, I want to show you like the metal one. എല്ലാം See, അടിപൊളി. this is the metal ബ്യൂട്ടിഫുൾ one. This is the metal one. No silver. ഓക്കെ. Like those ones, no silver. After few days, it will be change color. And നിങ്ങൾ റിങ്സ് വാങ്ങുമ്പോൾ ഒരിക്കലും മെറ്റലിന്റെ റിങ്സ് വാങ്ങാൻ നോക്കരുത്. there's someone like cheap പറ്റുമെങ്കിൽ quality. ഈ തരത്തിലുള്ള സിൽവർ റിങ്സ് തന്നെ വാങ്ങണം. താങ്ക് യു. This one I don't show every customer. You know, there's some when anyone sell like cheap quality. That's why I show you like that. This design. How much for the silver one? Like that one, you can get some there 600, some is 500, some is 800. 800. Depend of the stone, Yeah. the quality of the stone. You know, there's some cut stone rings here with the garnet, Yes. with the gomade. Like this one, it will be cost you around 750. Like this one, it will be cost you 500 with the turquoise. Afghanis done from stone there. Just for sister, for mother, like that watches. നമുക്കിവിടെ വാച്ചും കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി. ഈ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, ഡിസൈനൊക്കെ സൂപ്പറാണ്. See here, different watch there. I have many watches like that. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കടയിൽ. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇത് രണ്ടും വാങ്ങിയിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് വരികയാണ്, ഇവിടെ നിന്ന് റിങ്സ് അങ്ങനത്തെ ഒന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വാങ്ങി നമുക്ക് നല്ല റീസണബിൾ ആയ പ്രൈസ് തന്നിട്ടുണ്ട്. 600 രൂപയാണ് ഒരു ഡ്രിങ്ക്സിന് വന്നത്. It's a laborite. It's a very good quality stone. Don't worry about that. You will become again here to buy more stuff. That's promise with you. Because I want to see again customer, not one time. In one time we can do the cheating business. Okay. When you like again, you will come here buy many things for home, for mother, for sister. So that we have got in mind. Can you tell the name? Laborite. And this is ruby. Ruby. Thank you so much. Welcome. Have a good day and take care. നമ്മളങ്ങനെ റിങ്സ് വാങ്ങിയിരിക്കുകയാണ് ഈ കടയിൽ. വരുന്ന വഴിക്ക് ഒരുപാട് കടകളൊക്കെ കയറി. നമ്മളിപ്പോൾ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ടെമ്പിളിൻ്റെ ചുറ്റും കടകളാണ്. വരുന്ന വഴിക്കൊക്കെ മൊത്തം കടകളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം തിരക്കുണ്ട്, ക്രൗഡുണ്ട്. നോ മാസ്ക് നോ എൻട്രി. എന്തായാലും മാസ്ക് ഇട്ടേക്കാം. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. നല്ല ട്രഡീഷണലായിട്ട് വുഡിൽ ചെയ്തൊരു അമ്പലമാണിത്. നമ്മൾ ഷൂ ഇവിടെ കഴിച്ച് വെക്കണം, എന്നാലേ നമുക്ക് അങ്ങ്
ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഷൂ കഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് കഫേയും പിന്നെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. ചുറ്റും ഈ അമ്പലത്തിന് ചുറ്റും മൊത്തം കടകളാണ്. കാല് കയറേണ്ട സെറ്റപ്പ് ഉണ്ട്. ഭയങ്കര ചൂടാണ്, പൊള്ളിപ്പോകുന്ന ചൂടാണ്. ഇവിടെ നിന്നാണ് ജെൻസ് ബാത്ത് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കഫേ ഉണ്ട്, അതുപോലെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ചെറിയ ചെറിയ ഡൊണേറ്റിംഗ് ബോക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഓൾഡ് വാട്ടർ എന്നാണ് തോന്നുന്നത് അല്ലേ? പാൻഡമിക് ആയതുകൊണ്ട് ഇപ്പോൾ കുളിക്കുന്നത് ഇല്ല എന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ല ക്ലീൻ വാട്ടറാണ്. ഇപ്പോൾ ആരും അങ്ങോട്ട് ഇറങ്ങാറില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നല്ല ക്ലീൻ വാട്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തുള്ളിയൊക്കെ ബന്ധം നിൽക്കും. നല്ല ചൂടാണ്. കാരണം ആരും ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിടുത്തം പിടിച്ച ചൂടാണ്. ഈ വെള്ളം തന്നെയാണ് നമുക്ക് പൈപ്പിലൂടെ കാല് കഴുകാൻ കിട്ടുന്നത്. എന്തായാലും ഇവിടെ വന്നിട്ട് കുളിക്കാൻ പറ്റില്ല അല്ലേ? അതിൽ കുളിക്കാൻ പറ്റൂല, ഭയങ്കര ചൂടാണ്. നമുക്ക് എന്തായാലും മണികർ പോയിട്ട് നോക്കാം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റുമെന്ന്. കണ്ട നല്ല ചൂടാണ്. ഇപ്പോൾ പൊള്ളിപ്പോവും. ഇത് ശരിക്കും പറഞ്ഞാൽ ചായപ്പൊടി നമുക്ക് ചായ ഉണ്ടാക്കാം. ചൂടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ കാല് കുത്തുമ്പോഴത്തേക്ക് വെള്ളം തന്നെ ഭയങ്കര ചൂടാണ്. ഇവിടെ അമ്പലത്തിൽ കയറുമ്പോൾ മാസ്ക് ഒക്കെ ധരിക്കണം. സാനിറ്റൈസർ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ചെറിയ വുഡിൽ ചെയ്ത്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണുള്ളത്. പ്രതിഷ്ഠയുണ്ട്, ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്നുണ്ട്. നല്ല ട്രഡീഷണലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അധികം ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അമ്പലം പൂട്ടിയിട്ടാണുള്ളത്. ഇതാണ് പ്രതിഷ്ഠ. വുഡിലാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഡിസൈനൊക്കെ കണ്ടില്ലേ? ഉള്ളിൽ കൊത്തുപണിയാണ് മൊത്തത്തിൽ. ചൂടുവെള്ളം ഇവിടെ നിന്നും കാണാൻ പറ്റും. ഹോളി വാട്ടർ എന്നാണ് പറയുന്നത്. ഡു നോട്ട് വാഷ് ഹാൻഡ് ആൻഡ് ലെഗ്സ് ഹിയർ. കൈയും കാലൊന്നും ഇവിടുന്ന് കയറാൻ പാടില്ല. ട്രഡീഷണലായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരാളുണ്ട്. നമ്മളിപ്പോൾ ഇനി പോകുന്നത് ജോഗിനി വാട്ടർഫാൾസിലേക്കാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ്. നമ്മൾ ആദ്യം കണ്ടത് ബോയ്സിൻ്റെ ജെൻസിൻ്റെ ബാത്ത് ചെയ്യുന്ന ഹോട്ട് വാട്ടറാണ്. രണ്ടാമത് കണ്ടത് ലേഡീസിൻ്റെതുമാണ്. ഇപ്പോൾ പാൻഡമിക് ആയതുകൊണ്ടാണ് അത് ഓപ്പൺ അല്ലാത്തത്. ഇവിടെ കുറേ ഇതുണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. ഫോറിനേഴ്സും ടൂറിസ്റ്റേഴ്സും ഒക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള കളക്ഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത്തരത്തിലുള്ള കളക്ഷൻസുള്ള ഒരുപാട് കടകളുണ്ട് ഈ പരിസരത്തൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ജോഗിനി വാട്ടർഫാൾസിലേക്ക് പോവാം. ഇവിടെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിമാചൽ സ്പെഷ്യലാണ്. ഹിമാചൽ സ്പെഷ്യൽ ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. हम लोग को हिमाचल ट्रेडिशनल मास्क चाहिए. मास्क ओनली मास्क होगा आपको? शॉल वगैरह नहीं चाहिए? कुछ नहीं. वो दिखा दो प्लीज. अगर आप शॉल देख लीजिए, पश्मीना शॉल मिलेगा, कुल्लू मनाली शॉल मिलेगा. നമുക്കൊരു സീറ്റ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നിരുന്നു. ഇവര് എറണാകുളത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. Don't purchase, only see, just for knowledge, my friend. Knowledge? Yeah, York Wall, Shibol we have. I have Manali shawl like this. This is pure York wool shawl. Yeah. This wool is traditional. Yeah. This one also handmade? Handmade, my friend. This is you know, you see Himachali cap, that design. Yeah. This is traditional. ഹിമാചൽ ക്യാപ്പിൽ കാണുന്ന അതേ ഡിസൈനിലാണ് വരുന്നത്. ഹാൻഡ് മെയ്ഡ് ആണ് സാധനം. Second, this is medicated shawl. Medicated shawl. ഇത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇടുന്ന ഷാളാണ്. Skin problem. Yeah. Inside problem. You can use this shawl. You don't eat medicine.
Because ഈ you know, ഷാൾ you ഇട്ടാലും നമ്മൾ മെഡിസിൻ ഒന്നും കഴിക്കണ്ട, നമ്മളെ എല്ലാ രോഗങ്ങളും മാറും എന്നാണ് you know, you പറയുന്നത്. see Gurudwara. You are going Gurudwara. Yes. There are white fur Sardar. You know, you see Sardar, white fur Jhada. You know Jhada. Yes. He have like this white fur like this. I will show you. They have like this in Gurudwara. Yeah. White hair. That hair, yak wool hair. This wool is yak wool. Because this is pure Hindu. You know Hindu? Our Hindu dharam is very shuddh. You know shuddh, clean. Yeah. Clean wool. Yes. ഇത് യാക്കിന്റെ രോമം കൊണ്ടുണ്ടാക്കുന്നതാണ് പറയുന്നത്. നല്ല സോഫ്റ്റ് ആണ്. This wool is a very pure. This is pavitra, holy wool. This is holy wool. ഇത് ഹോളിയാണ്, എന്നുവെച്ചാൽ വളരെ പവിത്രമുള്ള തുണിയാണെന്നാണ് പറയുന്നത്. ഇത് വിൽക്കാൻ വേണ്ടി പറയുന്നതാണെന്നും അറിയില്ല, ചിലപ്പോൾ സത്യമായിരിക്കാം. Yes sir. This is local. Yeah. One I have this kind of shawl. Same yoke wool. This one for ladies. Ladies, gents common, my friend. Yeah. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ബോയ്സിനും ലേഡീസിനും Ladies, boys ഒരുപോലെ common. ഉപയോഗിക്കാം. ഇതും അതുപോലെ തന്നെ യാക്കിന്റെ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെയും അതെ ക്യാപ്പിന്റെ അതേ ഡിസൈനിലാണ് വരുന്നത്, പക്ഷേ ഇത് ചെരിഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. മറ്റേത് സിംഗിൾ ലൈൻ ആയിരുന്നു, ഇതിനകത്ത് Ladies ഒരുപാട് tie ലൈൻ like വരുന്നുണ്ട്. this. Ladies shawl like this. This is ലേഡീസിന്റെ only ladies. നല്ല പിങ്ക് കളർ, കാരണം പിങ്ക് കളർ നമ്മൾ ബോയ്സ് ഇടലില്ലല്ലോ, അതുകൊണ്ട് തന്നെ ലേഡീസിന്റെ പിങ്ക് കളർ ഒന്നുണ്ട്. इसका रेट रहता 850 rupees. I have starting price 200. Yeah. Shawl price because this is traditional and handmade, pure woolen. Yes. നമുക്ക് വേണമെങ്കിൽ ബാർഗൻ ചെയ്താൽ ഇതിലും കുറച്ച് കിട്ടും. If you want purchase, I give you little bit discount. കണ്ടോ, എല്ലാ ഷോപ്പിലും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. Now നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വില തന്നെ പറഞ്ഞ് വാങ്ങരുത്, കാരണം കുറച്ചും കൂടി സംസാരിച്ചാൽ നല്ല റീസണബിൾ ആയ പ്രൈസ് കിട്ടുന്നതാണ്. see my friend. Yeah. This is also. Because this is party wear shawl. Yeah. ഇത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ ഇടുന്ന ഷോളാണ്. जी भैया. ഇതാണ് ഹിമാചൽ ട്രഡീഷണൽ തൊപ്പി. ഒന്നിന് 50 രൂപയാണ് പറഞ്ഞത്, കണ്ടില്ല? താഴത്ത് പറഞ്ഞ 100 ആണ്, ഇവിടെ എത്തിയ 50. ഓക്കെ, ഇതാണ് ട്രഡീഷണൽ തൊപ്പി. കൊള്ളാല്ലേ? അതുപോലെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് വേറെ ഷോപ്പാണ്, ആ ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഐറ്റംസ് തന്നെയാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മൾക്കിവിടെ നല്ല ചോള ഉണ്ട്, അതുപോലെ പ്ലംസ് ഉണ്ട്. പ്ലംസിന് 10 രൂപയാണ് ഒരു ഇതിന് വരുന്നത്. ഇതിന് 30 അല്ല, 30 രൂപ. അതിപ്പോൾ ചൂടാക്കുന്നതാണ്, ഓൾറെഡി ചൂടാക്കിയതാണ്, ഒന്നുകൂടി ചൂടാക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പൊടി പാറുന്നുണ്ട്. നമ്മളിപ്പോൾ വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കടിയായിട്ട് കഴിക്കുന്നുണ്ട്. വേറെ പറയണ്ട. എങ്ങനെയുണ്ട്? നോർമൽ. ഇത് നേരത്തെ പൊള്ളിച്ചോണ്ടോ? ഓൾറെഡി പൊള്ളിച്ചുകൊണ്ട് അത്ര ടേസ്റ്റ് ഇല്ല അല്ലേ? ഒരു മീഡിയം ടേസ്റ്റ്. നമ്മൾ നേരത്തെ കയറി നോക്കി അതേ ഷോപ്പിൽ തന്നെ പിന്നെയും തിരിച്ച് കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ മച്ചാനൊരു ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. നല്ല രസമുണ്ടടാ. ഇവിടെ വയറിന ചൂടായി, ഒരു ജാക്കറ്റ് ഇടുന്ന കണ്ടാൽ വിചാരിക്കും ഇവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. പൊളിച്ച് You try to multiply it. When you want bigger, also possible. When you want smaller, also possible. 250 rupees also. ഇങ്ങോട്ടാടാ. ഹിമക്കരടീനെ പോലെ ഉണ്ട് ഇപ്പൊ. ഇങ്ങോട്ട് കറക്റ്റ് ഹിമക്കരടി. റിയലി നൈസ്.
ചൂടത്തിട്ടിട്ട് റിയലി നൈസ്. This is good for winter. But this is style like this. This is a lifestyle open. This is not jacket. This is coat. ജാക്കറ്റ് അല്ല, അത് കോട്ടാണ്. സമ്മർ അല്ല, For minus. സമ്മറിൽ യൂസ് ചെയ്യുന്നതല്ല, മൈനസ് ടൈമിൽ യൂസ് ചെയ്യുന്ന കോട്ടാണ്. നമ്മൾ നേരത്തെ ഇവിടെ കയറിയപ്പോൾ അങ്ങോട്ട് കയറ്റം കയറുന്ന മുമ്പിട്ട് കയറിയപ്പോൾ ഇയാൾ പറഞ്ഞു 800 റുപ്യ. ഇപ്പം കറക്റ്റ് ഇപ്പോൾ ഇറങ്ങി ഇവിടെ കയറി നോക്കുമ്പോൾ ഇതിന് 1000 എത്രയാ 1000. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കടക്കാർ വാങ്ങുന്നുണ്ടെങ്കിലും ഡിസ്കൗണ്ട് നല്ലോണം ചോദിച്ചു അല്ല വാങ്ങും. 1000 എത്രയാ പറഞ്ഞപ്പോൾ? ഇപ്പോൾ 1500 പറഞ്ഞത് ഇപ്പോൾ ഡിസ്കൗണ്ട് ആക്കി 1300 കണ്ടിട്ടുണ്ട്. ആ പൊളിച്ച് 800-ന്ന് 1500 ആക്കി, പിന്നെ 1300 ഡിസ്കൗണ്ട്. അഭിപ്രായം പറഞ്ഞു എന്താ പറയാ, പൊളിച്ചില്ലേ? ഒരു കയറ്റം കയറി കഴിയുമ്പോഴേക്ക് ഇവിടെ റേറ്റ് കൂടും സാധനത്തിന്. അതുകൊണ്ട് കയറ്റം കയറുമ്പോൾ തന്നെ സാധനം വാങ്ങലാണ് ബെസ്റ്റ്. Any color, any size. സാധനം കൊടുത്തുണ്ട് 800 റുപ്യക്ക് നല്ല പൈസയാണ്. 800 റുപ്യൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് അപ്പുറത്ത് നിന്ന് 800 റുപ്യക്ക് വാങ്ങാം. സെയിം സാധനം തന്നെയല്ലേ. ഇപ്പോൾ ടൈം 3:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാഗി കഴിക്കാണ്. മാഗി എങ്ങനെയുണ്ട്? അഭിപ്രായം പറ. സൂപ്പറാണ്. കണക്കന്നെ നോർമൽ LED കിട്ടുന്ന സെയിം സാധനം തന്നെ. ഇവിടെ കുറച്ച് സൂപ്പ് പോലെയാണ്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, ഗ്രേവി അടക്കം ഉണ്ടാവും. നമ്മൾ കുറച്ച് സ്പൈസി അധികം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ച് വാട്ടർഫാൾസിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഒരു വില്ലേജ് സൈഡ് കൂടെയാണ് നടക്കുന്നത്. ഇവിടെ വില്ലേജിലൊക്കെ നിലത്തൊക്കെ കുറച്ച് ചാണകമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലേ? സൈഡ് പെയിന്റിങ്, വാൾ പെയിന്റിങ്. ഓ, ചെറുതായിട്ട് ഇവിടുന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ ഒരു ചിറക് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ പോകുന്നത് ജോഗിനി വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ വരുന്ന വഴിക്ക് വില്ലേജ് ആയിരുന്നു മൊത്തത്തിൽ. എന്താ വ്യൂ അല്ലേ? നമ്മൾ കുറേ നേരം നടക്കുന്നു. ഓഫ് റോഡിങ് ആണ് മൊത്തമായിട്ട്. ബൈക്കും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നല്ല ഒരു വ്യൂ ഉണ്ട് ഇത് ഇവിട്ട് വരുമ്പോൾ. ഇതുപോലെ ഇതാ അത് കണ്ടില്ലേ? അതുപോലെ സൈഡിൽ ഇതാ അതൊക്കെ വലിയൊരു മലയുണ്ട് ഇവിടെ. സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ? മെയിനായിട്ട് ഇവിടെ കിട്ടാൻ പോകുന്നത് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ആപ്പിൾ ആണിത്. നമ്മൾ മാങ്ങ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സൈഡിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ക്രിമാണി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണിത്. केरला वाला तो बहुत ले जाता है इसको. ഇത് ആപ്പിളിന്റെ ഡ്രൈ ആപ്പിൾ ആണ്. एक लोकल डिश है ना यहाँ का. ഇത് ശരിക്കും നമ്മുടെ മാങ്ങയില്ലേ? മാങ്ങ ഉണക്കിയാലുള്ള taste, അത് മധുരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. മാങ്ങ ഉണക്കിയത് നമുക്ക് ചെറിയൊരു പുളിപ്പല്ലേ, ഇത് ചെറുതായിട്ടൊരു മധുരം. സെയിം ടേസ്റ്റ് ആണ് ഏകദേശം, ചെറിയൊരു മധുരം ഉണ്ടെന്നേ ഉള്ളൂ. यहाँ चॉकलेट नहीं आता കൊള്ളാം. वो तो क्या അത് 50 രൂപയാണ് അതിന് വരുന്നത്. कुछ नहीं है. നമ്മളിത് 2 വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ये ले लो ड्राई एप्पल. അല്ലേ? ड्राई एप्पल ले लो बेटा. ये ले लो, देखो कान पर. മധുരം ഉണ്ടാവും. ഇത് ये अपना ചെറിയൊരു പുളിപ്പാണ്, ചെറുതായിട്ട് മധുരമുണ്ട്. നമ്മൾ ബെറിയില്ലേ, ബെറിയുടെ അല്ല പ്ലംസിൻ്റെ ഏകദേശം പ്ലംസിൻ്റെ അതേ ടേസ്റ്റാണ് വരുന്നത്. अच्छा बेटा ले लो जा. ചെറിയൊരു പുളി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ കച്ചവടം ചെയ്യുന്ന ഇവിടെ. ഇവിടെ കിടക്കും. ഇവിടെ ഒരു ചെറിയ മറ്റേ പാരാഗ്ലൈഡിങ് ഉണ്ട്. എന്നുവെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് റോപ്പാണ് അല്ലേ? റോപ്പിൽ ഇങ്ങനെ വരാം. അടിപൊളി. നമ്മൾ ഇത് നല്ല തണുത്ത വെള്ളമാണ്. ഇതല്ല വാട്ടർഫോൾസ്, കുറച്ചും കൂടി മുന്നോട്ട് പോകണം. ഇതിൻ്റെ ബാക്കിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒരുപാട് കയറാനുണ്ട്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഈ കയറ്റം കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? നല്ല ക്ലൈമറ്റാ. യെസ്, ആണെങ്കിൽ നമുക്കിങ്ങനെ ഓടി 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 കയറാം. അടിപൊളിയാണ്. ചുറ്റും ആപ്പിൾ തോട്ടവും സബർജില്ലി തോട്ടവും ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ട്രഡീഷണൽ ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ഫുള്ള് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തണുപ്പിന് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും.
അടുത്ത കണ്ട റോപ്പാണിത്. ഇവിടുന്ന് നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് തിരിച്ചു പോകാൻ നടക്കാൻ കഴിയില്ലെങ്കിൽ ഈ റോപ്പിൽ കയറി വേണമെങ്കിൽ അവിടുത്തെ വരെ പോകാൻ പറ്റും. ഇവിടെ മൊത്തം പൈൻമരാണ്. നല്ല കയറ്റാണ്. ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ തണലുണ്ട്. ഒരു തരി പോലും സൂര്യ വെളിച്ചം ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇതാ ഒരുപാട് സുവനീർസ് വിൽക്കുന്നുണ്ട്. ചന്ദനത്തിരി അല്ലേ ഇത്? ചന്ദനത്തിരി, പിന്നെ ലൈറ്റർ. ഈ ഭാഗത്ത് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോൺസ് കിട്ടും. നമ്മളിപ്പോൾ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നില്ലേ, ആ മലയുടെ മുകളിൽ നിന്നാണ് വെള്ളം താഴേക്ക് വരുന്നത്. വാവ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രെക്കിങ്ങിന് ചിലർ പോകുന്നുണ്ട്. ആ മലയുടെ ടോപ്പിലൊക്കെ ആൾക്കാരുണ്ട്. അടിപൊളി കാഴ്ചയാണ് അല്ലേ? ഇങ്ങനത്തെ ഒരു വാട്ടർഫാൾ കണ്ടിട്ടില്ല. അതന്നെ, ഇത്ര ഹൈറ്റിലൊരു വാട്ടർഫാൾ കണ്ടിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് തൊട്ടടുത്തായിരിക്കും എന്നാണ്. പൊളിയാണ്. എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞങ്ങളും ട്രക്കിങ്ങും കയറും മലയുടെ മണ്ടയിൽ. അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടാവും ട്രക്കിങ്. അതന്നെ, അവിടുത്തെ വ്യൂ നമുക്ക് കാണാം. ഇതാണ് ജോഗിനി വാട്ടർഫോൾ. മെയിൻ ഏരിയ അവിടെയാണ്. അയ്യോ പാറ, വലിയ പാറയില്ല, അതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. ഇത് ചെറുതാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ജോഗിനി വാട്ടർഫോൾ ഇതാണെന്ന് വിചാരിച്ച് പോകരുത്. ഇതിലും മനോഹരമായ കാഴ്ച നമുക്ക് ആ മുകളിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ അതിലേക്ക് പോകാനുള്ള വഴിയാണിത്. നമുക്കെന്തായാലും ഇതിലൂടെ അവിടേക്ക് പോയേക്കാം. നമ്മളിപ്പോൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. കാരണം മലയുടെ അവിടെ എത്തണം നമുക്ക്. വേഗം കയറിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. നല്ല ഗിതപ്പുണ്ട്. എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അത് കാണാൻ. നമ്മൾ അവിടം വരെ, അപ്പുറത്തെ മലയുടെ അവിടം വരെ നടന്ന് കയറണം. ഇതാ ഇവരെത്തിയിട്ടുണ്ട്. നമുക്ക് എന്നാ കയറല്ല. ഇവിടെ താവാനായിപ്പോ ഇപ്പൊ വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണല്ലേ. എന്താ പറയാനുള്ള, നല്ല കിതപ്പുണ്ട്. നമ്മളെ കയ്യിലാണെങ്കിൽ വെള്ളവും ഇല്ല. വെള്ളം നിറച്ചില്ല. ഇനി നമുക്ക് ഇതിലൂടെയാണ് കയറി പോകേണ്ടത്. ഈ ഷോക്സൊക്കെ ഒരു തുന്നി ഉണ്ടാക്കുന്നതാണ്. കണ്ടില്ലേ ഇതിനെ കൊണ്ട്. ഓ कैसे बनाते हैं? कैसे बनाते? कैसे बनाते? ऐसे ऐसे बनाते हैं. बनाना चालू करना, धागा था वैसे करके बनाते हैं. ആണ്. അത് കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ऐसे बनाती है, ऐसे करके. ഒന്നിന് 200 രൂപയാണ്. നല്ല സോഫ്റ്റ് घर के लिए जाओ, घर के लिए. നല്ല ക്വാളിറ്റി സാധനമാണ്. ഹാൻഡ് മെയ്ഡ് ആണ്. അതുപോലെ ഇവിടെ ഒരുപാടുണ്ട്. എലിയുന്ന ടൈപ്പാ. യെസ്. നമുക്കെന്തായാലും ഇതിലൂടെ കയറി അവിടെ പോയി അവിടെ നിന്നാണ് നമുക്ക് വ്യൂ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ എത്തണം. ഒരുപാട് കയറാനുണ്ട്. നല്ല ഗിതപ്പുണ്ട്. അസി മടങ്ങി. അസി അവിടെ റെസ്റ്റ് എടുക്കാണ്. ഞങ്ങൾ എനിക്ക് കയറി പോകുന്നതാണ്. ഞങ്ങൾ ആള് ഷോർട്ടായി 3% അസി തളർന്നു. പിടുത്തം വിട്ട വ്യൂ ആണ്. ശരിക്കും നല്ല കാറ്റും കയറി. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് കയറിയതാ ഇതിൻ്റെ അടി. വ്യൂ പറ്റി പറയുന്നതാണ് ഒരു രക്ഷയില്ലല്ലേ. ഓ, ഒന്നും പറയാനില്ല. തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല. ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഈ തന്നെ കത്തിച്ചിട്ടുണ്ട്. ഒന്നാമത് കയ്യിൽ വെള്ളമൊന്നുമില്ല. ഓ മൈ ഗോഡ്. നമ്മളങ്ങനെ നടന്ന് വാട്ടർഫോൾസിന് അടുത്തെത്തിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല മക്കളെ. ഞാൻ അഭിപ്രായം പറഞ്ഞു കൊടുക്കടാ. ഒന്നും പറയാനില്ല മക്കളെ, തളർന്നു പോയി. നല്ല കാറ്റായിരുന്നു. കാറ്റും കാറ്റ് വരും. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം അല്ലേ. അടിപൊളിയാണ്. പൊളി. നമ്മളിപ്പോൾ വാട്ടർഫോൾസിന് തൊട്ടടുത്താണുള്ളത്.
ഇവിടുന്ന് നല്ല രീതിയിൽ തണുത്ത വെള്ളം തണുത്ത വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്. നീ കാണാൻ വരുന്നറിയില്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാറി പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. വേറൊരു അടിപൊളി ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. കുറച്ച് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കുളിക്കുകയും ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു പോകാൻ വഴിയുണ്ട്, അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ കയറി വന്ന മല നമുക്ക് ഇവിടെ എത്തിയ മുതലാവും. അടിപൊളിയാണ്, അടിപൊളി. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് നനയാൻ പോവാണ്. ഓ നല്ല കാറ്റുണ്ട്, അതുമാത്രമല്ല ഒടുക്കത്തെ തണുപ്പാണ്. തണുപ്പ് എന്നൊക്കെ വെച്ചാൽ ഇജ്ജാതി തണുപ്പ്. നമ്മളിപ്പോൾ ഒരു ഫീസറിൽ കാരി നിൽക്കുന്ന ഒരു ഫീലാണ്. ഓ മൈ ഗോഡ്, ഓ അടിപൊളി. ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, പാടി പോന്നാണ് ഞങ്ങള്. ഓടിക്കുന്നല്ലേ പിന്നെ പറയണ്ട, ഭയങ്കര കാറ്റാണ്. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ തണുപ്പാണ്. ഇവിടെ മൊത്തം ചളിയാണ്. അതുകൊണ്ട് പോവാൻ നോക്കി, നല്ല വൈക്കലാണ്. അതുകൊണ്ട് വീണാലും പിന്നെ ഒരു പൊടി പോലും ബാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഫുള്ള് ചളിയാണ് കാലം പോലെ. ഒടുക്കത്തെ ഫീലാണ്. മണാലി വരുന്നുണ്ട്. എന്തായാലും ഈ വാട്ടർഫോൾ കാണാതെ പോകരുത്, വലിയൊരു നഷ്ടബോധം നിങ്ങൾക്ക് ഉണ്ടാവും. അയ്യോ നല്ല വൈക്കലാണ് കേട്ടോ. കാലുകളൊക്കെ ഫുള്ള് ചളിയാണ്. ഓടാ ഓടാ, കണ്ടില്ലേ, പൊളി ഫീലാണ്. ഞങ്ങള് കാലൊക്കെ ഒന്ന് കൈയാണ്, ഫുള്ള് ചളിയാണ്. അങ്ങോട്ടേക്ക് പോകാൻ ഫുള്ള് ചളിയാണ്. അന്ന് കാലൊക്കെ കൈ ഇവിടെ നിൽക്കാൻ വരുന്നത്. നല്ല കാറ്റും തണുപ്പുമാണ്. കൈയൊക്കെ മുട്ട് വാർക്കാൻ തുടങ്ങി. ഇനി എന്തായാലും ഡ്രസ് ചെയ്തിട്ട് ഒടുക്കത്താണ് ക്യാമറൊക്കെ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഓ മൈ ഗോഡ്, പൊളി ഫീലാണ്ട്, പൊളി ഫീല്. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപാട് ഞാൻ കാര്യക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഇവരെങ്ങനെ ഇറങ്ങിപ്പോയാൽ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നല്ല പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നനഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇവിടെയുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് ആണ്. ഈ തണുപ്പുള്ള എക്സ്പീരിയൻസ് ചെയ്യൽ മസ്റ്റാണ്. ഇവിടെ എല്ലാം തന്നെ ഒരു തണുപ്പാണ് ക്ലൈമറ്റ്. അതിനു കൂടെ ഈ കാറ്റും ഈ വെള്ളത്തിൻ്റെ പവറും കൂടി ആകുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി കയറി കഴിഞ്ഞു. എനിക്കത് എൻ്റെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇവരിതായി തിരിച്ചെത്തിയിട്ടുണ്ട്. രോമാഞ്ചുണ്ട് ഇവിടെ. ഇതിനാണ് പച്ചക്ക് പറയുന്നത്, എക്സ്പീരിയൻസ് മേക്ക് എക്സ്പീരിയൻസ്. ഞങ്ങളിപ്പോൾ ഡ്രസ് ചെയ്തു, ഇനി താഴത്തേക്ക് ഇറങ്ങാണ്. അസ് നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട്. നല്ലതുപോലെ വറക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പം എന്നാലും ഓക്കെയാണ്. നമ്മൾ ഷോ കെട്ടു. ഇനി എന്തായാലും താഴേക്ക് പോവാം. ഇതാ അടിപൊളി മലയാണ്. മലയുടെ ഇടയിലാണ് വാട്ടർഫാൾസ് വരുന്നത്. അവിടെ ചെറുതായിട്ട് മഞ്ഞുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജോഗിനി വാട്ടർഫാൾസ് നിന്ന് റൂമിലേക്ക് പോവാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ. ആൾ ഇങ്ങനെ ചെറിയൊരു ഷൈ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല. നല്ല പൈൻമര കാട്ടിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വരുമ്പോൾ കണ്ടില്ല അതേ കാഴ്ചയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.